ചേട്ടൻ അതിലുണ്ട് തോന്നില്ല ജയിലറില് മെന്റലി സ്റ്റേബിൾ അല്ലാന്ന് ഞാൻ പറഞ്ഞത്. മെന്റലി സ്റ്റേബിൾ അല്ല, അടുത്തതായിട്ട് ഡിസ്കഷൻ നടക്കുന്ന ഒരു ട്രെയിൻ ട്രാവലർ ആണെന്നുള്ളതാണ് വരുന്നത്. ട്രെയിൻ ട്രാവലർ ആണ് നമുക്കൊരു ഇന്നലെ ഒരു പോസ്റ്റ് കണ്ടിട്ടായിരുന്നു മറ്റേ രജനീകാന്തിന്റെ കൂടെയുള്ള അത് കോഴിക്കോട് വെച്ചിട്ട് ലൊക്കേഷൻ വെച്ചിട്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ എങ്ങനെയാന്നുള്ളത്? എന്താണ് പറഞ്ഞത്? പടക്കളം കണ്ടിട്ട് രജനി സാർ എന്താണ് പറഞ്ഞത്? ഇല്ല, അദ്ദേഹം ട്രെയിലർ കണ്ടിട്ട് വിശ്വസ് പറയാല്ലോ. പടം പിന്നീട് തിരിച്ച് നാട്ടിലെത്തിയിട്ടേ കാണാൻ പറ്റുള്ളൂ. നെൽസൺ സാർ കാണാന്ന് പറഞ്ഞു. പിന്നെ കാണും. സുരാജ് ചേട്ടൻ അതിലുണ്ട് തോന്നില്ല ജയിലറില്. കോഴിക്കോടായിരുന്നില്ലേ ലൊക്കേഷൻ? കോഴിക്കോടല്ലേ ലൊക്കേഷൻ ഉണ്ടായിരുന്നത്? ഇന്നാൾ തക്കടിച്ച് പിന്നെ വിഷമൊക്കെ അതല്ല 3.5 മില്യൺ ഓടിക്കുന്നു. 3.5 മില്യൺ അല്ലേ? നീയൊക്കെ ഇത് ഈ റോളായിട്ട് എപ്പോഴെത്തി? അതായത് ഈ പിന്നെ അതുപോലെ തന്നെ നമുക്ക് അന്യഭാഷ ചിത്രങ്ങൾ കൂടുതലായിട്ട് കേരളത്തിൽ ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ചെറിയ പടങ്ങളടക്കം ഇപ്പോൾ ടൂറിസ്റ്റ് ഫാമിലി ലേറ്റസ്റ്റ് ആയിട്ട് ചെറിയ പടമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു. പക്ഷെ ഇവിടുത്തെ ചെറിയ പടങ്ങൾ താരതമ്യേന അവിടെ പ്രൊമോട്ട് ചെയ്യുന്നത് വളരെ അധികം കുറവാണ്. ഇപ്പോൾ ബഡ്ജറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ മാത്രമാണ് കുറച്ച് കൂടിയ ബഡ്ജറ്റ് മാത്രമാണ് അന്യഭാഷ ചിത്രങ്ങളിൽ അവിടെ പോയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടായിരിക്കും? അല്ല, അന്യഭാഷ ചിത്രങ്ങൾ കൂടുതലായിട്ട് ഇവിടെ വന്ന് പ്രൊമോട്ട് ചെയ്യും. അവിടെ നമ്മളെ ഒരു ഹൈ ബഡ്ജറ്റ് അല്ലെങ്കിൽ ഭയങ്കര കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് പോലും അവിടെ പ്രൊമോട്ട് ചെയ്യുന്നത് വളരെ കുറവാണ്. ഇനി ഒരു പ്രൊഡ്യൂസർ എന്നാലും എങ്ങനെ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് ഭയങ്കര വലിയ റോളാണ് സിനിമയിൽ എനിക്ക് സംബന്ധിച്ചത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്ന പടം ഞാൻ കണ്ടായിരുന്നു. എനിക്കിഷ്ടമായി സിനിമ. പക്ഷെ നമ്മളെ മലയാള സിനിമയിൽ അതൊരു ഭയങ്കര പുതിയ സിനിമയല്ല. നമുക്ക് പരിചയമുള്ള ഒരു സിനിമയുണ്ട് അതുപോലത്തെ. പക്ഷേ ആ സിനിമ ഭയങ്കര നല്ലതാണ്. ഈ ശ്രീലങ്കൻ അഭയാർത്ഥി പരിപാടിയൊക്കെ വെച്ചിട്ടും ആ സിനിമയുടെ ഹ്യൂമറൊക്കെ വെച്ചിട്ട് ഭയങ്കര നല്ല പരിപാടിയാണ്. പിന്നെ ഞാൻ പറഞ്ഞത് അവരിവിടെ ഇതെല്ലാം ഡിസ്ട്രിബ്യൂട്ടറാണ്. മാർക്കറ്റ് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്ന റോള് ഭയങ്കര അടിപൊളിയാണ്. ഡിസ്ട്രിബ്യൂട്ടർ ഒരു ടാർഗറ്റൊക്കെ വെച്ച് സിനിമയിൽ എത്തിച്ചാൽ അത് അടിപൊളിയായിരിക്കും. അവരാണ് മാർക്കറ്റിങ്ങിൻ്റെ ആൾക്കാർ. വീട്ടിലെത്തിക്കുക, അതിനനുസരിച്ച് പടം പുഷ് ചെയ്യുക എന്നുള്ളത്. അതിന് പിന്നെ പടം ഒന്നാവുക. ഈ OTT വന്നതിന് ശേഷം മലയാളം ഫിലിമിന് ഭയങ്കരമായിട്ടുള്ള ഒരു വൈഡ് ഓഡിയൻസ്. കഴിഞ്ഞ പ്രാവശ്യം OTT കേസിൽ ഞാൻ പറഞ്ഞിട്ട് അവസാനം മറ്റേ ലാസ്റ്റ് ഞാൻ കരയുമ്പോൾ ആ പൊസിഷനിൽ വെച്ച് കട്ട് ചെയ്തല്ലേ നിങ്ങള്? എനിക്ക് സിനിമയില്ല അത് ഞാനൊന്നല്ല. അത് ഞാൻ വേറെ OTT എക്സ്പ്ലനേഷൻ കൊടുത്തോണ്ടിരിക്കുന്ന സമയത്തൊന്ന് അത് കട്ട് ചെയ്തിട്ട് ഇപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ എനിക്കൊരു സങ്കടം. പടച്ചോനെ എങ്ങനെ പറഞ്ഞു? കാർത്തിക് സൂര്യയുടെ വ്ളോഗ് പോഡ്കാസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിലൊരു പ്രധാനമായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറി പോണത് ഭയങ്കര പേടിയാണ്. ഞാൻ മെന്റലി ഭയങ്കര ഹെൽത്ത് അങ്ങനെയല്ല തോന്നുന്നുണ്ട്. അങ്ങനെ മെന്റലി ഭയങ്കര സ്റ്റേബിൾ അല്ല, അങ്ങനെ ഏറി പോകുന്ന അല്ലെങ്കിൽ സ്റ്റേബിൾ അല്ലാന്ന് ഞാൻ പറഞ്ഞത്. അല്ല, മെന്റലി സ്റ്റേബിൾ പറഞ്ഞാൽ അല്ല, ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെറിയ കാര്യങ്ങൾ തന്നിട്ട് വളരെ മിസ്റ്റേക്കായ രീതിയിൽ ചിലപ്പോ സോഷ്യൽ മീഡിയയിൽ ഇടാം. അത് താങ്ങാനുള്ള പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ചിലപ്പോ പെട്ടെന്ന് ഞാൻ ഭയങ്കര അടി പോകാൻ അങ്ങനെയൊക്കെ സംഭവിച്ചു. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ വെറുതെ നമുക്ക് എല്ലാവരും ആയിട്ട് സന്തോഷമായിട്ട് ജീവിച്ചു പോകാറുള്ളതാണ്. ഇപ്പൊ 2 കൈയ്യടി കുറഞ്ഞാലും ഒരു കൂടുതൽ കുറയായിരുന്നു മതി. മനസ്സിലായ? 2 കൈയ്യടി കുറഞ്ഞാലും കുഴപ്പമില്ല, ഹാപ്പി ആയിട്ട്. പക്ഷെ ഭയങ്കര ജോലിയായിട്ട് നടക്കുന്ന ഷർഫുഖാനെ കാണുന്നത്. പക്ഷെ നമുക്ക് ഇതിന്റെ പിന്നാമ്പുറമുള്ള ഷർഫുഖ എങ്ങനെയാന്നുള്ളത് അറിയത്തില്ല. പേഴ്സൺ നമുക്ക് അറിയില്ലല്ലോ ഷർഫുഖാനെ. പോഡ്കാസ്റ്റ് വഴി കേൾക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്ന് മനസ്സിലായത്. അല്ല, അത് എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ. ഇപ്പൊ ആരും കാണിക്കാത്തതല്ലേ. ഇപ്പൊ ഭയങ്കരമായിട്ട് സോഷ്യലി എല്ലാവരും കൂടി ഒരാളെടുത്ത് പിടിക്കാൻ കമന്റ് ബോക്സ് ചീത്ത പറയുക, തെറി വിളിക്കുക, ഭയങ്കര ചിലപ്പോൾ പുതിയ ആൾക്കാർക്ക് അത് യൂസ്ഡ് ആയിരിക്കും. വെറുതെ കോമഡി ആയിട്ടായിരിക്കും കാണുന്നത്. പക്ഷെ എനിക്കൊക്കെ അത് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നും. ഞാൻ ആരുമായിട്ടും അങ്ങനെ വഴക്ക് വാങ്ങാൻ പരിപാടികളൊന്നും ഇല്ലാത്തതാണ്. ഞാൻ പൊതുവായിട്ട് എനിക്കും അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ട് പോകുന്നത് മാത്രമല്ല. അതല്ല പെട്ടെന്ന് എന്തെങ്കിലും ഒരു സൈബർ, ഞാൻ ഇതിനോട് പണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, സൈബർ അറ്റാക്ക് എന്നൊക്കെ പറയുന്ന അവസ്ഥയൊക്കെ വന്നാൽ ഭയങ്കര ബാഡാണ്. ഒരുപാട് പേർക്ക് അങ്ങനെ ഉണ്ടാകുന്നു. അത് പുറത്ത് കാണിക്കാണ്ടായിരിക്കും. ഒരുപാട് പേർക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമമുണ്ടാവും. ഇപ്പൊ ഷർഫുഖ ഹലോ മമ്മി ആണെങ്കിലും പടക്കണാണെങ്കിലും ഇപ്പൊ സംശയത്തിലേക്ക് സ്ക്രിപ്റ്റ് സെലക്ഷനിൽ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ശരിക്കും അങ്ങനെ അതായത് കുറെ നോ പറഞ്ഞതിന് ശേഷം ഒരു എസ് പറയാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്ന പോലെയാണോ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നത്?
നോ പറഞ്ഞിട്ട് അതായത് കുറെ സ്ക്രിപ്റ്റ് കേട്ടിട്ട് നോ പറഞ്ഞിട്ട് നല്ല സ്ക്രിപ്റ്റിന് വേണ്ടി രസ് പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണോ എന്ന്? തീർച്ചയായും ഒരുപാട് സ്ക്രിപ്റ്റുകൾ ചെയ്യുന്നില്ല. ഒരുപാട് പരിപാടികൾ നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ട് തന്നെ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഒരുപാട് കാണണം. ഒരു സിനിമ എസ് പറയുന്നതാണ്, നമ്മളെ എസ്സിൽ കുറെ പേര് വിശ്വസിക്കുന്നുണ്ട്. ആ പടത്തിന്റെ പ്രൊഡ്യൂസർ വിശ്വസിക്കുന്നുണ്ട്, നമ്മുടെ ഒരുപാട് പേര് വിശ്വസിക്കുന്നുണ്ട്. അത് പൈസയുണ്ട്, ഒരുപാട് പേരെ സമ്പത്തുണ്ട്. അപ്പോൾ അതൊക്കെ പ്രശ്നമല്ലേ? അതൊക്കെ പറഞ്ഞ് എസ് അല്ലെങ്കിൽ ഞാൻ ഓക്കെ ആ പടം ചെയ്യാം, 40 ദിവസം പോയി പൈസ പോകുന്നത് അത്ര പണമല്ലേ? ഷാറുഖ് ഖാൻ നമ്മ കുറെ രീതിയിൽ കണ്ടിട്ട്, പക്ഷെ ഒരു ആക്ഷൻ ആയിട്ട് ഒരു അടി പിടി ഫൈറ്റ് അതൊക്കെ ചെയ്യാം, തിരക്കില്ല. അങ്ങനത്തെ ചെയ്യാൻ ആഗ്രഹം ഉണ്ട്, അങ്ങനത്തെ രീതിയിൽ വരുന്നുണ്ടോ? ഞാൻ അങ്ങനെ ആഗ്രഹവും അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ അങ്ങനെ വരുന്നതാണെങ്കിലും അതൊരു കറക്റ്റായിട്ട് വരട്ടെ, എനിക്കറിയില്ല. വരട്ടെ, കറക്റ്റായിട്ട് വരട്ടെ. ഇപ്പൊ ഇനി അടുത്തതായിട്ട് ഡിസ്കഷൻ നടക്കുന്ന ഒരു ട്രെയിൻ ട്രാവലർ ആണെന്നുള്ളതാണ് വരുന്നത്. ട്രെയിൻ ട്രാവലർ ആണ് എന്നുള്ളത് കുറച്ചൊരു സത്യമാണ്. ഓക്കെ പറഞ്ഞിട്ടുണ്ട്, ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഡയറക്ടറുടെ പേര് അങ്ങനെ എന്തെങ്കിലും ഒന്നും പറയാറായിട്ടില്ല. ക്യാമറ അറിയില്ല. അപ്പൊ അങ്ങനെ ഓക്കെ. അടുത്ത പടം റിലീസ് ആവുന്ന സോറി അതിന്റെ കാര്യം പറയാം. അത് മെയിലാണ് മെയിലിൽ റിലീസ് ആയിരുന്ന, പക്ഷെ ഭയങ്കര നമ്മൾ ഓറൊക്കെ ഡിക്ലെയർ ആയി ആകെ ഇതായല്ലോ, കുറച്ച് ടൈറ്റ് ആയി മൊത്തം പ്രശ്നം. അപ്പൊ ഞാനങ്ങനെ പ്രശ്നം.